ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു സെയിൽ പോസ്റ്റ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സെയിൽ പോസ്റ്റ് വീഡിയോ അടിപൊളിയായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പെറ്റ്സിന്റെ സെയിൽ പോസ്റ്റ് വീഡിയോ ആണ് വന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ കുറേ പേര് നമ്മുടെ ചോദിക്കാറുണ്ട്, ഇപ്പോൾ വാട്സപ്പിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അല്ല നോർമലായിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ കമൻറ്റും ഒക്കെ വരാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കോൾ ചെയ്താൽ കിട്ടത്തില്ല, വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ആരായിരുന്നാലും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴായിട്ട് കോഡ് നമ്പർ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. ബ്രീഡേഴ്സിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എല്ലാ വീഡിയോ ക്ലിപ്പിൻ്റെ ഇടയിലും പറയുന്ന കാര്യം തന്നെയാണ്. ചിലവർക്ക് അറിയത്തില്ല, അതുകൊണ്ട് എൻ്റെ വാട്സപ്പിലൊക്കെ വന്നിട്ട് ചോദിക്കാറുണ്ട്. ബ്രീഡേഴ്സിൻ്റെ നമ്പരെല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. മോറൊന്ന് കൊടുത്തേക്കുന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഫോൺ നമ്പരും കോഡ് നമ്പരും എല്ലാം കാണാനായിട്ട് സാധിക്കും. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. കുറേ സുഹൃത്തുക്കൾക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ വീഡിയോ ഇടാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ വീഡിയോസും ഡീറ്റെയിൽ അയച്ച് ഇതേപോലുള്ള വീഡിയോ ആയിട്ട് ഉടൻ തന്നെ സെറ്റ് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലോഗിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഒരു ചെറിയൊരു സെയിൽ പോസ്റ്റ് വീഡിയോയിലോട്ട് ഇടാം. ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് നാടൻ പ്രാവും പറവപ്രാവുമാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പറവയാണ് കേട്ടോ. പാലക്കാടാണ് ലൊക്കേഷൻ, കോഡ് നമ്പർ 1 ഈ 4 പീസിനും കൂടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 1200 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതും പിന്നെ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന നാടൻ പ്രാവും എല്ലാം കൂടെ ആയിട്ട് റേറ്റ് വരുന്നത് 1200 രൂപയാണ്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. പാലക്കാടാണ് ലൊക്കേഷൻ വരുന്നത്, കോഡ് നമ്പർ 1. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന കുറച്ചധികം നാടൻ പ്രാവുകളാണ് വന്നിട്ടുള്ളത്. നമുക്ക് 250 രൂപയാണ് പെയർ റേറ്റ് ആയിട്ട് നാടൻ പ്രാവുകളുടെ റേറ്റ് വരുന്നത്. ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ്, കോഡ് നമ്പർ 2 കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പെയർ റേറ്റ് 250 രൂപയാണ് റേറ്റ് കേട്ടോ. ബൂട്ടും ക്യാപ്പൊക്കെ ഉള്ള ബേഡും ഇതിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പൂമേറിയും പപ്പീസാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 2500 രൂപയാണ് ഈ മെയിൽ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത്. 3 മാസം ഏജ് ആയിട്ടുള്ള പപ്പീസാണ് കാണാനായിട്ട് സാധിക്കുന്നത്. മെയിലാണ്. 2500 രൂപയാണ് റേറ്റ്. കൊല്ലത്താണ് ലൊക്കേഷൻ, കോഡ് നമ്പർ 3 കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ബ്രീഡറിൻ്റെ നമ്പർ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നേരിട്ട് പോയി കണ്ട് മാത്രം എടുക്കാനായിട്ടും കൂടെ ശ്രമിക്കുക. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കിങ്ങാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ കിങ്ങിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്ന 2000 രൂപയാണ്. പെയറിൻ്റെ റേറ്റ് വരുന്ന ബ്രീഡിംഗ് പെയറാണ്. 2000 രൂപയാണ്. കൊല്ലത്താണ് ലൊക്കേഷൻ, കോഡ് നമ്പർ 4 കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ബ്രീഡറിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. 2000 രൂപയാണ് ഇതിൻ്റെ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഗപ്പീസാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 80 രൂപയാണ് ഈ പെയർ ഗപ്പീസിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്താണ്, കോഡ് നമ്പർ 5 കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 80 രൂപയാണ് റേറ്റ്. ഡിസ്ക്രിപ്ഷനിൽ തന്നെ ബ്രീഡേഴ്സിൻ്റെ നമ്പർ ഉണ്ടാവും കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പറവപ്രാവാണ് വന്നിട്ടുള്ളത്. 13 മണിക്കൂറിൽ പറഞ്ഞ പറവയെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. 2000 രൂപയാണ് നമുക്കിതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. കണ്ണൂരാണ് ലൊക്കേഷൻ, കോഡ് നമ്പർ 6. 2000 രൂപയാണ് റേറ്റ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫ്ലൈൻ ഡക്കാണ് വന്നിട്ടുള്ളത്. 3 ദിവസം ഏജ് ആയിട്ടുള്ള ഫ്ലൈൻ ഡക്കാണ് കേട്ടോ. നമുക്ക് 150 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് റേറ്റ് വരുന്നത്. ടോട്ടൽ 7 പീസ് മാത്രമാണ് ഇപ്പം അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. ലൊക്കേഷൻ മലപ്പുറത്താണ്, കോഡ് നമ്പർ 7. 150 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് റേറ്റ്. അടുത്തായിട്ട് നോക്കാനായിട്ട് പോകുന്ന പപ്പീസാണ് വന്നിട്ടുള്ളത്. ഇന്ത്യൻ ചാമ്പ്യൻ്റെ പപ്പീസാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 20000 രൂപയാണ് നമുക്ക് ഇതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴയാണ്, കോഡ് നമ്പർ 8 കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 20000 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്.
അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡാഷ് പപ്പീസാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 2500 രൂപ വെച്ചിട്ടാണ് നമുക്ക് പപ്പീസിൻ്റെ റേറ്റ് വരുന്നത്. മെയിലും ഫീമെയിൽസും അവൈലബിൾ ആണ്. 30 ദിവസം ഏജ് ആയിട്ടുള്ള പപ്പീസാണ് കേട്ടോ. തിരുവല്ലയാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 9 കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 2500 രൂപയാണ് റേറ്റ് വെച്ച് ചോദിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറേയധികം ഫാൻസി പ്രാവുകളൊക്കെയാണ് അടുത്തായിട്ട് നമ്മൾ സെയിൽ പോസ്റ്റിൽ വന്നിട്ടുള്ളത്. ഒരുപാടുണ്ട്, നമുക്ക് അത് വരും ക്ലിപ്പിലായിട്ട് തന്നെ ഒരുപാട് കാണാവുന്നതാണ് കേട്ടോ. കോട്ടയത്താണ് ലൊക്കേഷൻ. കോഡ് നമ്പർ വരുന്നത് 10 ആണ്. അതോടൊപ്പം തന്നെ ഈ കോഡ് നമ്പർ 10 കൊടുത്തേക്കുന്ന ഏത് പെയർ എടുത്താലും പെയർ റേറ്റ് വരുന്നത് 1000 രൂപ മാത്രമേ ഉള്ളൂ. ഏതെടുത്താലും 1000 രൂപയാണ് റേറ്റ്. മുഗിയുണ്ട്, ഫാൻസി പ്രാവിനെയാണ് കൂടുതലും. ഫാൻറ്റയിൽ മുഗി, അതോടൊപ്പം തന്നെ സിറാസ് എല്ലാം ഉണ്ട്. അത് നമുക്ക് വരും ക്ലിപ്പിലായിട്ട് എല്ലാം കാണാവുന്നതാണ്. താല്പര്യമുള്ളവർ വാങ്ങുക. ഡിസ്ക്രിപ്ഷനിൽ തന്നെ ബ്രീഡേഴ്സിൻ്റെ നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെയും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഈ ചെറിയൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിലുള്ള സെയിൽ പോസ്റ്റ് വീഡിയോ ഡെയിലി വൈകിട്ട് 7 മണിക്ക് കൃത്യമായിട്ടും വരുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഫാൻറ്റയിലാണ് വന്നിട്ടുള്ളത്. ഫാൻറ്റയിൽ ജംബോ സൈസ് ഫാൻറ്റയിലും അതോടൊപ്പം തന്നെ കുഞ്ഞുമാണ് കൊടുക്കാനായിട്ടുള്ളത്. നമുക്കിതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത് 900 രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷനിൽ ബ്രീഡറിൻ്റെ നമ്പർ ഉണ്ടാവും. തൃശ്ശൂരാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 11 ആണ്. 900 രൂപയാണ് കേട്ടോ റേറ്റ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു സെയിൽ പോസ്റ്റ് വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് നല്ല നല്ല വീഡിയോസ് വരുന്നത്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം. എന്നാൽ മാത്രമേ തുടർന്ന് നല്ല കിടിലം വീഡിയോ ആയിട്ട് ഇടാനായിട്ടുള്ള ഒരു പ്രചോദനം കിട്ടുകയുള്ളൂ. സോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു കിടിലം വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.